പരിക്കേറ്റ് കിടക്കുന്ന സുനീർ ഇപ്പോൾ റാഫി പിടിയിലായ വേളയിൽ പറയുന്നത് എന്താണ്? സുനീറിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. അയാളാണല്ലോ ഈ ദുരിതമെല്ലാം അനുഭവിക്കുന്നത്. മൂപ്പര് ഇങ്ങോട്ട് പടിഞ്ഞാറ്റുമുറിക്കും വരികയാണ്. ആ ടൈമിലാണിത് മൊട്ടമ്മൽ മെരുങ്ങുന്ന പറഞ്ഞ സ്ഥലത്ത് വെച്ചാണത് സംഭവം. ഓൻ വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ടുകാണ്ട് എന്നെ നിർത്താതെ പോയതാണ്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോയി എനിക്ക് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടും പോലെ എന്നെ കൊണ്ടുപോയില്ലാവും. ഓൻ അതേമാതിരി വന്ന റിട്ടം അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി, വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോയി. ഓല് തട്ടലും ഓനൊരു സെക്കൻഡുകൾക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണം, വണ്ടി എടുക്കത്ത് പോയി. ആ ഭാഗ്യത്തിന് ആ ടൈമിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നുകൊണ്ട് അയഞ്ഞിക്കാണ്ട് അവൻ്റെ മുന്നിക്കാൻ ചാടിക്കാണ്ട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പിന്നെ വിളിച്ചുകാണ്ട് നൂത്തന്മാരെ ചെക്കന്മാരൊക്കെ വിളിച്ചുകാണ്ട് ഒരു ചെങ്ങന്മാരൊക്കെ വന്നത് ഹോസ്പിറ്റലിൽ. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. കയ്യിനൊരു ഇപ്പോഴും റിക്കവറി ഇതുവരെ വന്നിട്ടില്ല. അഷ്കർ, സുനീറിന്റെ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു ഉപജീവന മാർഗം അത് സുനീറിന് ഉറപ്പാക്കി കൊടുക്കുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. സുനീറിന് ഇപ്പോൾ ജോലിക്ക് പോകാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വാഹന ഉടമ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാഹന ഉടമ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായ വേളയിൽ പറയുന്നത്? അന്ന് ആ മനുഷ്യനെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് എന്തുകൊണ്ട് കടന്നു കളഞ്ഞു? അതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ റാഫി? സുജ, റാഫി ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് പോകുമ്പോഴേക്കും റാഫി തല താഴ്ത്തി വാഹനത്തിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു വലിയൊരു കുറ്റബോധം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അന്ന് ആ വാഹന അപകടത്തിൽപ്പെട്ടതിൻ്റെ വെപ്രാളത്തിലും അല്ലെങ്കിൽ ആ ഭീതിയിലും ഒരുപക്ഷെ ചെയ്തതായിരിക്കാം. പക്ഷേ അത് വലിയ കുറ്റകൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേണ് അപേക്ഷിച്ചിരുന്നു സുനീർ റാഫിയോട്, പ്രത്യേകിച്ച് തനിക്ക് ശ്വാസം മുട്ടുന്നു, തനിക്ക് വേദനിക്കുന്നു, തന്നെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വാഹനം തിരിക്കട്ടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ റാഫി പിന്നീട് ആ വാഹനം അവിടെ നിർത്താതെ എടുത്ത് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെയ്തി, ആ ഒരു പ്രവൃത്തി ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരമൊരു കുറ്റകൃത്യം അവിടെ ചെയ്തു എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ഒരു സഹായത്തോടെയാണ് സുനീറിൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരടക്കം പറയുന്നതും ആ കാര്യം തന്നെയാണ്. അപകടം സാധാരണ സംഭവമാണ്. പക്ഷേ ആ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കാണിക്കാത്ത മനസ്സ് അത് അങ്ങേയറ്റം നീചമാണ് എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നതും. സുനീർ ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സയിൽ നിന്ന് മോചിതരാവാൻ ഇനിയും ഏറെ താമസമെടുക്കും. പല വിധത്തിലുള്ള സർജറികൾക്ക് വിധേയമാക്കേണ്ടി വന്നു. കൈകൾക്കൊന്നും പഴയ ബലവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാലം എടുത്താൽ മാത്രമേ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുള്ളൂ. പക്ഷേ അത്രയും കാലം എങ്ങനെ ഉപജീവിതം തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സംശയവും കുടുംബത്തിനും കുടുംബത്തിനുമുണ്ട്. ആ സംശയവും ആശങ്കയുമാണ് നേരത്തെ നമ്മളോട് സുനീർ പങ്കുവയ്ക്കുകയും ചെയ്തത്. നാട്ടുകാരും ആ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 3 മാസങ്ങൾക്കൊടുവിലാണെങ്കിൽ 2024 ഒക്ടോബർ 18 ഈ മഞ്ചേരി പള്ളിപ്പുറം റോട്ടിൽ വെച്ച് നൊട്ടമൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കായിരുന്നു സുനീറിനെ ഇടിച്ചിടുകയായിരുന്നു. ഈ ഡിസൈർ കാറിലെത്തിയ റാഫി ഇടിച്ചിടുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ വാഹനമാണ് ഇപ്പോൾ 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്ന സൂചന ഇതൊരു ഡിസൈർ കാർ മാത്രം, മാരുതിയുടെ ഡിസൈർ ആണ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ്, അല്ലെങ്കിൽ പിന്നീട് അത് വലിയ തോതിൽ വാർത്തയാവുകയും പ്രതിയെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം. വടകരയിൽ സമാനമായൊരു സംഭവം ആവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് കേസിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ വാഹനം കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. വാഹന ഉടമയായിട്ടുള്ള മഞ്ചേരി സ്വദേശിയായിട്ടുള്ള റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയാണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്. മലപ്പുറത്തെ അപകടത്തിൽ വാഹന ഉടമയെ 3 മാസത്തിന് ശേഷം പോലീസ് പിടികൂടിയിരിക്കുന്നു. അത് ഒരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യനെ ഇടിച്ചിട്ട് അവശ നിലയിലാക്കി അയാൾക്ക് ഇപ്പോഴും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 3 മാസത്തിനിപ്പുറമാണെങ്കിലും വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ റാഫിയെ പിടിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച്.